മുതലാളി, നമ്മുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. നമ്മൾ വിളിക്കുന്ന നമ്പറിലേക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഇരുന്നിട്ട് മുതലാളിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് മുതലാളി പറഞ്ഞ്, പുന്നാര കാക്ക, ഇന്നത്തെ ബുക്കിംഗ് ക്യാൻസലാണ്. അവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു, അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയതാന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളെവിടെയാണ് കാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു, ഞാനും കൂട്ടുകാരനും കൂടി ലക്ഷദ്വീപിൽ കറങ്ങാൻ വേണ്ടി വന്നേക്കോ, നിങ്ങളവിടെ എന്നെ എടുക്കണേന്ന് ചോദിച്ചു. അന്ന് നിങ്ങൾ ലക്ഷദ്വീപ് കറങ്ങിക്കോ, ഞങ്ങൾ മൂന്നാറിലേക്കൊന്ന് കറങ്ങാൻ പോവാന്നും പറഞ്ഞു കൈ കിട്ടിയ വണ്ടിയും കൈ പിടിച്ചുകൊണ്ട് കൂട്ടുകാരെയും കുലുക്കിക്കൊണ്ടുള്ള യാത്രയായിട്ട് അതാണ്. മൂന്നാർ മൊത്തത്തിൽ കറങ്ങാമെന്നും പറഞ്ഞുള്ള പോക്ക് പോയിട്ട് മൂന്നാർ എവിടെയാണ് കിടക്കണോ, ഞങ്ങൾ എവിടെ നിൽക്കണോ എന്നുള്ളതാട്ടോ ഈ വീഡിയോയിലുള്ളത്. മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങളുടെ ഏകദേശ ധാരണ. നീ വളവിൻ്റെ അപ്പുറത്ത് മൊബൈലും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക, ഞാൻ വന്ന വീഡിയോ എടുക്കണം, നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് മൊബൈലും കൊടുത്ത് ഏൽപ്പിച്ച് ഹെൽമെറ്റ് ഒരു കൂട്ടുകാരൻ്റെ കൈ കൊടുത്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടും വന്ന് നമ്മളാരായി, സോമൻ ശശിയായിരുന്നു. അങ്ങനെ രാത്രിയൊക്കെ ആസ്വദിച്ച് പയ്യങ്ങനെ മൂന്നാർ കണ്ടിട്ട് തിരിച്ചു വരാലോ എന്നുള്ള ധാരണയിൽ വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ എവിടം വരെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയി എന്നുള്ളതാണ്. പട്ടി എന്തൊക്കെ പോയെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ അതാട്ട് ഏകദേശം നമ്മുടെ ഒരു അവസ്ഥ. മൂന്നാറിലേക്ക് ഇനിയും കിടക്കുവാണ് 12 കിലോമീറ്റർ. ഇത് എവിടം വരെ പോകും കാക്കാന്ന് പിള്ളേർ ചോദിക്കണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ട് തിരിച്ചു വരുള്ളൂന്നും പറഞ്ഞ് 2-ാം മൈൽ എത്തിയപ്പോൾ രംഗാട്ടേക്കാണ്. ഒന്നും അറിയാത്ത പോലെ പിള്ളേരെ മൊബൈലും കൊടുത്ത് കൈ പിടിച്ചിട്ട് നിങ്ങൾ മോളിൽ പോയേക്ക്, ഞാനൊന്നും അറിയാത്ത പോലെ വണ്ടി ഓടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുള്ളൂ പോയ പോക്കാണ് കാണുന്നത്. അവിടെ നിന്ന് ആനച്ചാലിൻ്റെയും പള്ളിവാസലിൻ്റെയും മോളിൽ കൂടെയുള്ള കുന്നും മലയും രാത്രിയുള്ള ലൈറ്റിങ്ങും കണ്ടൊക്കെ ഇങ്ങനെ നിന്ന് ആസ്വദിച്ച് നിൽക്കണം നിപ്പാട്ടേ കാണുന്നത്. നേരെ താഴോട്ട് നോക്കിയപ്പോൾ പറക്കാട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന പലതരത്തിലുള്ള ലൈറ്റുകൾ മിന്നിയാണ് കാണുന്നത്. എന്തായാലും വന്നില്ല, എന്നാൽ പിന്നെ ഒരു കട്ടനെ കഴിച്ച് ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് ഇതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയാൽ പോരേ പിള്ളേന്ന് പിള്ളേര്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞമ്മളും. എന്തോ ആവട്ടെ, എന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് രാത്രിത്തെ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കുക, നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോഴാണ് കൂടെയുള്ള പിള്ള പറയണം, നമുക്കന്ന് ഒരേ ചായ കുടിച്ചാലോ എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഓരോ ചായയും കുടിക്കാൻ കട്ടക്കാപ്പിയും കുടിച്ച് വട്ടം കറങ്ങിയിട്ട് നടക്കാലോ എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ നേരെ നോക്കിയപ്പോൾ നമ്മുടെ ഷൺമുഖണ്ണൻ്റെ ചായക്കട ഉണ്ട്. നേരെ ഒന്ന് ഷൺമുഖണ്ണനോട് പറഞ്ഞു, ഷൺമുഖണ്ണ 4 കട്ടൻ കാപ്പി എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്നാ മക്കളെ അങ്ങ് വെയിറ്റ് പണിയിട് ഇപ്പോഴേ എടുക്കണമേ, അങ്ങനെ എന്തൊക്കെയോ തമിഴിൽ പറഞ്ഞു. ആർക്കറിയാം, കാട്ടുകോയ്ക്ക് എന്ത് ചങ്കരാന്തി അയ്യപ്പനെന്ത് മത്സരാന്ന് പറഞ്ഞാൽ തമിഴ് കേട്ടാൽ മനസ്സിലാവണം, മനുഷ്യന്മാരുള്ളതാണ് നമ്മൾ. അങ്ങനെ വീണ്ടും വിദൂരതയിലേക്ക് നോക്കി അവിടെയൊക്കെയാണ് ലേറ്റിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ആ ഹോട്ടലിൻ്റെ വിലയും നിശ്ചയിച്ച് ആ ഹോട്ടൽ നമ്മൾ നടത്തുവാണെങ്കിൽ എങ്ങനെ നടത്താമെന്നൊക്കെയുള്ള രീതിയിലുള്ള അവസ്ഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അണ്ണൻ പറഞ്ഞ ഉങ്ങൾ കാപ്പി റെഡി ആയിடுச்சு. ഷൺമുഖണ്ണൻ ചായ കട്ടൻ കാപ്പി ഒഴിക്കൽ കണ്ട ആ ഡിസ്പോസൽ ഗ്ലാസ്സിലേക്ക് ഒരു പകർത്തലും കൂടെ ഉണ്ട്. എന്തോ ആവട്ടെ, നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് കട്ടൻ കാപ്പിയും കുടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മൂന്നാർ പോയി ഒന്ന് വട്ടം കറങ്ങി തിരിച്ചു വരാമെന്നുള്ള ധാരണയിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ചെറുതായിട്ട് തണുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്ര തണുപ്പാണെങ്കിൽ മൂന്നാറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. രാത്രി സമയത്താണെങ്കിലും മൂന്നാറിലേക്ക് പോയി കഴിഞ്ഞാൽ തണുപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ധാരണയിൽ പോകാമെന്നും പറഞ്ഞ് ഇന്നിപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നതും പറഞ്ഞ വർക്ക് ഇന്നാന്ന്. വർക്കോ, അത് ഞങ്ങളുടെ നാട്ടിലെ ചേട്ടൻ്റെ പേരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷൺമുഖണ്ണൻ പറഞ്ഞു, അല്ല മോനെ, അതിനോட പേര് താ വർക്കി, അപ്പിടിതാ അവരുടെ പേരെന്ന് ചൊല്ലിയിരിക്കുക. വർക്കിൽ നിന്ന് കഥയും പറഞ്ഞ് ഇന്നിപ്പോൾ പിള്ളേർ ചോദിച്ചു, ഇതെന്നൊക്കെ റോട്ടിൽ കൂടെ ഇത്രയും വലിയ പുക പോകണമെന്ന്. പുകയല്ലട മക്കൾ, അത് കോട ഇറങ്ങിയതാ, കോട കണ്ട് ആസ്വദിച്ച് കട്ടനും കുടിച്ച് അവിടെ നിൽക്കുന്നു പറഞ്ഞപ്പോൾ പിള്ളേർ പറയണ കിടുകിട വിറച്ചു തുടങ്ങിക്കുക, ഒരു രക്ഷയില്ല, നമുക്ക് തിരിച്ചു പോവാം മൂന്നാറിലേക്ക് പിന്നെപ്പാന്ന്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പട്ടി എന്തൊക്കെ പോയ പോലെ ഒന്ന് ആയിപ്പോയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മക്കളെന്ന് പറഞ്ഞ് ഷൺമുഖന് ടാറ്റയും കൊടുത്ത് പൈസയും കൊടുത്ത് നേരെ തിരിച്ചു പോകുന്ന വഴിക്ക് കല്ലാറ് വഴി പിന്നെ തിരിച്ച് അമ്പഴച്ചാൽ നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വ്യൂ ആട്ടെ കാണുന്നത്. ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബലല്ല, പടച്ചോനക്കറിയാം. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി വട്ടം കൂടി നിൽക്കണം നിപ്പാട്ടെ കാണുന്നത്. അപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ആ ഒരു വീഡിയോ.